നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്താണ് റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രേഷൻ എന്ന പ്രൊസീജിയറാണ്. റീമാൻ ഇൻ്റഗ്രേഷൻ പോലെയുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് എന്നുള്ള വ്യത്യാസമാണ്. കാരണം റീമാൻ ഇൻ്റഗ്രേഷൻ പ്രൊസീജിയറിൽ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏതൊരു ഇൻ്റഗ്രേഷൻ നമ്മളെ വീട്ടിലൊക്കെ സ്ഥലം അളക്കാൻ വരുന്നവർ ഒരു മെഷർമെൻറ്റിനൊരു സാധനം ഉപയോഗിക്കും, ഒരു ചെയിനോ അല്ലെങ്കിൽ ഒരു മീറ്ററോ ഒക്കെ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇപ്പോൾ റീമാൻ ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റീമാൻ സ്റ്റെലിയസിനാണെങ്കിൽ ഒരു ആർബിട്രറി ആയിട്ടുള്ള മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഉപയോഗിക്കും. ഓക്കെ, അതാണ് വ്യത്യാസം. അത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആയിരിക്കണം. റീമാൻ ചെയ്യണമെങ്കിൽ, റീമാൻ ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിലും ഒരു ക്ലോസ്ഡ് എ ബിയിൽ നിന്ന് റിയൽ ലൈനിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ഫംഗ്ഷനാണ്. കൂടാതെ അവിടെ ചെയിനായിട്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടി ഇപ്പോൾ കോണ്ടൂർ ഇൻ്റഗ്രേഷൻ ഒക്കെ കോംപ്ലക്സ് പഠിക്കുന്നുണ്ട്. അതുപോലുള്ള ഒരു ആൽഫ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മോണോട്ടോൺ ഇൻക്രീസിങ് ഫംഗ്ഷനാണ് ക്ലോസ്ഡ് എ ബിയിൽ നിന്ന് ആറിലേക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ റീമാൻ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആൽഫ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ റീമാൻ ഇൻ്റഗ്രേഷൻ ചെയ്ത പോലെ തന്നെ പാർട്ടീഷൻ ഉപയോഗിച്ച് അപ്പർ സമ്മും ലോവർ സമ്മും കണ്ടുപിടിച്ച് അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും കണ്ടുപിടിക്കും. അവർ ഈക്വൽ ആണെങ്കിൽ പറയും. അതേ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ അപ്പർ സമ്മും ലോവർ സമ്മും ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ ആൽഫയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ റീമാൻ ഇൻ്റഗ്രേഷനിൽ UPF LPF എന്ന പേരിലാണ് അപ്പർ സമ്മും ലോവർ സമ്മും അറിയപ്പെടുന്നതെങ്കിൽ ഇവിടെ UPF ആൽഫ LPF ആൽഫ എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ UPF ആൽഫ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ലെറ്റ് P be a partition of closed A B and F be a bounded function on closed A B into R and alpha is an any monotone increasing function on closed A B. അപ്പോൾ ആൽഫ ഒരു monotone increasing function ആണ്. Then the upper and lower sum of the function f with respect to alpha on closed A B is defined as UPF alpha equal to summation I varies from 1 to n capital Mi into delta alpha I. ഈ ക്യാപിറ്റൽ Mi തൊട്ട് മുകളിൽ പറഞ്ഞ ഗിവൺ ഫംഗ്ഷൻ്റെ ith ഇൻ്റർവെല്ലിൽ വരുന്ന സുപ്രീമമാണ്. സ്മോൾ mi എന്ന് പറയുന്നത് ith ഇൻ്റർവെല്ലിലെ ഇൻഫിമവും. ഇനി ഡെൽറ്റ ആൽഫ I എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഇൻ്റർവെൽ ആൽഫ ഓഫ് xi ആൽഫ ഓഫ് xi മൈനസ് 1. ആൽഫ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആകുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ക്ലോസ് ഇൻ്റർവെൽ ആൽഫ ഓഫ് xi ആൽഫ ഓഫ് xi മൈനസ് 1 ഒരു ഇൻ്റർവെല്ലായിരിക്കും, അതിൻ്റെ ലെങ്ത് ആയിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പോൾ ഈ ആൽഫ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഇത് റീമാൻ ഇൻ്റഗ്രേഷൻ ആയിരിക്കും. അത്രയേ ഉള്ളൂ. ഇവിടെ റീമാൻ ഇൻ്റഗ്രേഷൻ റീമാൻ സ്റ്റെലിയസും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ UPF ആൽഫയും LPF ആൽഫയും ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ Mi എന്ന് പറയുന്നത് ith ഇൻ്റർവെല്ലിലെ ഫംഗ്ഷൻ്റെ സുപ്രീമവും സ്മോൾ mi ith ഇൻ്റർവെല്ലിലെ ഇൻഫിമവും ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഡെൽറ്റ ആൽഫ ഈസ് ഡിഫൈൻഡ് ബൈ ആൽഫ ഓഫ് xi മൈനസ് ആൽഫ ഓഫ് xi മൈനസ് 1. അതായത് ക്ലോസ് ഇൻ്റർവെൽ ആൽഫ ഓഫ് xi ആൽഫ ഓഫ് xi മൈനസ് 1 ആൽഫ ഓഫ് xi എന്ന് പറയുന്നതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് മൈനസ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് എടുക്കും. ഓക്കെ, അപ്പോൾ ഇനി അപ്പർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതും ലോവർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നതും കഴിഞ്ഞ പ്രൊസീജിയർ പോലെ തന്നെയാണ്. അതായത് അപ്പർ സമ്മുകളുടെ ഇൻഫിമത്തെ നമ്മൾ അപ്പർ ഇൻ്റഗ്രൽ എന്നും ലോവർ സമ്മുകളുടെ സുപ്രീമത്തെ ലോവർ ഇൻ്റഗ്രൽ എന്നും വിളിക്കും. ഓക്കെ, ദിസ് ഈസ് ടേക്കൺ ഓവറോൾ പാർട്ടീഷൻ P ഓഫ് ക്ലോസ്ഡ് A B ആയിരിക്കും. ഓക്കെ, അപ്പോൾ അപ്പർ സമ്മുകൾ ആദ്യം കണ്ടുപിടിക്കുന്നു. അതിൽ ഏറ്റവും ചെറിയ അപ്പർ സം എടുക്കുന്നു. ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഫിമ എന്ന വാക്കാണ്, ചെറുതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ലോവർ സമ്മുകളുടെ സുപ്രീമത്തെ നമ്മൾ ലോവർ ഇൻ്റഗ്രൽ എന്ന് വിളിക്കുന്നു. ഈ അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രലും എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന ഓർക്കുക. അത് നമ്മൾ റീമാൻ ഇൻ്റഗ്രേഷൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രൽ എല്ലായ്പ്പോഴും എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഈക്വൽ ആവണം നിർബന്ധമില്ല. ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ എന്താണെന്ന് പറയും, റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് A B വിത്ത് റെസ്പെക്ട് ടു ആൽഫ എന്ന ചെയിൻ ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ F is said to be Riemann Stieltjes integrable over alpha with respect to alpha over closed A B എന്ന് പറയണമെങ്കിൽ if both upper and lower integrals Riemann Stieltjes integrals are exist and they are equal. അവർ രണ്ടുപേരും ഈക്വലുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ സിംപ്ലി തന്നെ ഡിനോട്ട് ചെയ്യുക. ഇൻ്റഗ്രൽ A to B FD ആൽഫ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ A to B F of x D ആൽഫ ഓഫ് x എന്ന് പേര് വിളിക്കും. രണ്ട് രീതി വിളിക്കും. ഇനി ആൽഫ ഓഫ് x ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ റീമാൻ സ്റ്റെലിയസ് ഇൻ്റഗ്രേഷൻ becomes the Riemann integral. അപ്പോൾ റീമാൻ ഇൻ്റഗ്രൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കേസാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് ആൽഫ ഓഫ് x എങ്കിൽ അതിനെ നമ്മൾ പേര് വിളിക്കുക റീമാൻ ഇൻ്റഗ്രേഷൻ എന്നാണ്. അപ്പോൾ റീമാൻ ഇൻ്റഗ്രേഷനും റീമാൻ സ്റ്റെലിയസും തമ്മിൽ ബന്ധമുണ്ട്. റീമാൻ സ്റ്റെലിയസിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് റീമാൻ ഇൻ്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ഓവർ ക്ലോസ്ഡ് A B ആണെങ്കിൽ ആ ഫംഗ്ഷൻ അത്തരത്തിലുള്ള ഫംഗ്ഷൻസിൻ്റെ കളക്ഷനെ സ്ക്രിപ്റ്റ് R എന്നാണ് ഡിനോട്ട് ചെയ്യുക. സ്ക്രിപ്റ്റ് R
സ്ക്രിപ്റ്റ് ആർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആൾ റീമാൻ ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ആർ ഓഫ് ആൽഫ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റീമാൻ സ്റ്റെലിയസ് ഇൻറ്റഗ്രബിൾ ഫംഗ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആർ എന്ന് എഴുതിയത് ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും ഓവർ റിയൽ ലൈൻ, ആൻഡ് സ്ക്രിപ്റ്റ് ആർ ഓഫ് ആൽഫയും ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. കാരണം രണ്ട് ഫംഗ്ഷൻസ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ സമ്മും സ്കാലാർ മൾട്ടിപ്പിളും റീമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അതേ കാര്യം റീമാൻ സ്റ്റെലിയസിനും പോസിബിൾ ആവുന്നതുകൊണ്ട് ആർ ഓഫ് ആൽഫയും ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, ഇത് പിന്നീട് വരുന്നുണ്ട്. ഇനി ഈ റീമാൻ സ്റ്റെലിയസ് ഇൻറ്റഗ്രേഷനിൽ വേരിയബിളിൻ്റെ നെയിമിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചോയ്സ് ഓഫ് ദി വേരിയബിൾ നെയിം ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഫംഗ്ഷൻ എഫ് and the chain alpha and the points a and b. ഓക്കെ, ഇപ്പോൾ അതിനർത്ഥം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി ആൽഫ ഓഫ് എക്സ് എന്ന് എഴുതിയാലും ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് വൈ ഡി ആൽഫ ഓഫ് വൈ എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. കാരണം അപ്പോൾ എക്സും വൈ എന്നൊക്കെ ആ വേരിയബിളിൻ്റെ പേരുകളാണ്. ഇൻ്റഗ്രേഷനെ വേരിയബിൾ നെയിം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം ഓർക്കാം. ഓക്കെ, ഇനി റിഫൈൻമെൻറ്റ് ഓഫ് എ പാർട്ടീഷൻ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു പാർട്ടീഷൻ ക്ലോസ് ഇൻ്റർവൽ എ ബി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടീഷൻ്റെ സൂപ്പർ സെറ്റ് ആയിരിക്കും. അപ്പോൾ പി സ്റ്റാർ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് പി, ദെൻ ഇറ്റ് ഈസ് കാൾഡ് ദി റിഫൈൻമെൻറ്റ് ഓഫ് പി. അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ടാകുമെന്നാണ് അർത്ഥം. അപ്പോൾ ഇൻ്റർവെല്ലുകളുടെ എണ്ണം കൂടും സ്വാഭാവികമായിട്ട്. അപ്പോൾ കോമൺ റിഫൈൻമെൻറ്റ് എന്താണെന്ന് നോക്കാം. ലെറ്റ് P1 ആൻഡ് P2 ആർ ടു പാർട്ടീഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി. അപ്പോൾ രണ്ടും പാർട്ടീഷൻസ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുക, അല്ലെങ്കിൽ സെയിം ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ കോമൺ റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടിൻ്റെയും കൂടി യൂണിയനെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് കോമൺ റിഫൈൻമെൻറ്റ് ഓഫ് P1 ആൻഡ് P2. That means P star is the union of P1 and P2. It is called the common refinement of both P1 and P2. അതായത് അതിൻ്റെ രണ്ടിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സൂപ്പർ സെറ്റിനെയാണ് നമ്മൾ പി സ്റ്റാർ എന്ന് വിളിക്കുന്നത്. ഇനി വളരെ പ്രസിദ്ധമായ റിസൾട്ടാണ്. പോയിൻറ്റുകളുടെ പാർട്ടീഷനിലെ പോയിൻറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ ലോവർ സമ്മ് കൂടുകയും അപ്പർ സമ്മ് കുറയുകയും ചെയ്യുമെന്നാണ് അടുത്ത തിയറി ഉദ്ദേശിക്കുന്നത്. അതായത് ഇഫ് ദ നമ്പർ ഓഫ് പോയിൻറ്റ്സ് ഇൻ ദ പാർട്ടീഷൻ ഇൻക്രീസസ് then the lower sum increases but the upper sum decreases. That is the theorem. Next theorem, theorem 6.4. If P star is any refinement of P and F is a bounded function on closed interval AB into R and alpha is a monotonic increasing function on closed interval AB, then LP F alpha less than or equal to LP star F alpha and UP star F alpha less than or equal to UP F alpha. ഓക്കെ, അപ്പോൾ ഇവിടെ എഫിൻ്റെയും ആൽഫയുടെയൊക്കെ കണ്ടീഷൻ ഓൾറെഡി മുകളിൽ പറഞ്ഞതുകൊണ്ടാണ് ഈ തിയറത്തിൽ പറയാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, ആൽഫ ഈസ് എ മോണോട്ടോണിക് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് പി ബി എനി പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഓക്കെ, പി ഈക്വൽ ടു എക്സ് നോട്ട് എക്സ് വൺ എക്സെട്ര എക്സ് എൻ വിത്ത് എ ഈക്വൽ ടു എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വൺ ലെസ് ദാൻ എക്സെട്ര എക്സ് എൻ ഈക്വൽ ടു ബി. അപ്പോൾ അതിലെ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ആ പിക്ചറിൽ. ഇനി പി സ്റ്റാർ എന്ന് പറയുന്നത് ith ഇൻ്റർവലിന് ശേഷം അഡീഷണൽ 1 പോയിൻ്റ് ആഡ് ചെയ്യും. നമ്മളിപ്പോൾ 1 പോയിൻ്റ് മാത്രമാണ് ഇതിനകത്ത് പ്രൂവിൽ കൊടുക്കുന്നത്. കൂടുതൽ പോയിൻറ്റ്സ് വരുന്നതിന് വീണ്ടും ഇതിനെ ഇൻക്രീസ് ചെയ്ത് പോകാവുന്നതാണ്. പി സ്റ്റാറിൽ ചെയ്യുന്നത് ith ഇൻ്റർവലിലെ xi-1നും xiക്കും ഇടയിൽ അഡീഷണൽ ആയിട്ടൊരു പോയിൻ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ്. അതിന് എക്സ് സ്റ്റാർ എന്ന് കൊടുത്തു. അപ്പോൾ അഡീഷണൽ ഒരു പോയിൻ്റ് വരുന്നതുകൊണ്ട് പി സ്റ്റാർ ഒരു റിഫൈൻമെൻറ്റ് ഓഫ് പി ആയിരിക്കും നോക്കുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് സ്റ്റാർ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഇൻ്റർവലുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതായത് ith ഇൻ്റർവൽ രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു. ആ സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന സുപ്രീമോ ഇൻഫോമോ ഫംഗ്ഷൻ്റെ സുപ്രീമോ ഇൻഫോമോ എന്തായിരിക്കും നോക്കാം. അപ്പോൾ W1 എന്ന് പറയുന്നത് ഗിവൺ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ, അതായത് xi-1 എക്സ് സ്റ്റാർ വരെയുള്ള ഇൻഫിമം. W2 എന്ന് പറയുന്നത് അതിന് ശേഷം വരുന്നത് എക്സ് സ്റ്റാർ മുതൽ xi വരെ. അതുപോലെ ക്യാപിറ്റൽ W1 എന്ന് പറയുന്നത് xi-1 മുതൽ എക്സ് സ്റ്റാർ വരെയുള്ള സുപ്രീമവും W2 എന്ന് വിളിക്കുന്നത് അതിന് ശേഷമുള്ള സുപ്രീമവുമാണ്. സ്മോൾ എം ഐ എന്ന് പറയുന്ന ith ഇൻ്റർവലിലെ ഇൻഫിമം, ക്യാപിറ്റൽ എം ഐ എന്ന് പറയുന്നത് ith ഇൻ്റർവലിലെ ഫംഗ്ഷൻ്റെ സുപ്രീമമാണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ xi-1 മുതൽ xi വരെയുള്ള ഇൻഫിമമാണ്. അപ്പോൾ ചെറിയ സെറ്റിലെ ഇൻഫിമം എല്ലായ്പ്പോഴും വലുതായിരിക്കും. അപ്പോൾ W1ഉം W2ഉം സ്മോൾ എം ഐയേക്കാൾ വലുതായിരിക്കും എല്ലായ്പ്പോഴും. ഇനി ചെറിയ സെറ്റിലെ സുപ്രീമം ചെറുതായിരിക്കുമെന്നാണ് പറയുക. അപ്പോൾ വലിയ സെറ്റിലായിരിക്കും വലിയ സുപ്രീമം ഉണ്ടാവുക. അപ്പോൾ ക്യാപിറ്റൽ W1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഐ ആൻഡ് ക്യാപിറ്റൽ W2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഐ. ഇത് തൊട്ട് മുകളിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എൽ പി സ്റ്റാർ എഫ് ആൽഫയ്ക്ക് എന്താ സംഭവിക്കുക? എൽ പി എഫ് ആൽഫയിൽ ഉള്ളതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടൊരു ടേം വരുന്നേ ഉള്ളൂ. അതായത് M1 ഇൻറ്റു ഡെൽറ്റ ആൽഫ 1 പ്ലസ് M2 ഇൻറ്റു അവിടെ ഒരു എക്സെട്ര ഉണ്ടായിരുന്നു, M2 ഇൻറ്റു ഡെൽറ്റ ആൽഫ 2 പ്ലസ് എക്സെട്ര പ്ലസ് MI-1 ഇൻറ്റു ഡെൽറ്റ ആൽഫ I-1 പ്ലസ്
ith കേസിൽ മാത്രം ചേഞ്ച് വരുന്നു. W1 ഇൻറ്റു ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 പ്ലസ് W2 ഇൻറ്റു ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് സ്റ്റാർ പ്ലസ് MI പ്ലസ് 1 ഇൻറ്റു ഡെൽറ്റ ആൽഫ പ്ലസ് 1 എക്സെട്ര പ്ലസ് MN ഇൻറ്റു ഡെൽറ്റ ആൽഫ എൻ. അതുപോലെ LPF ആൽഫ ആണെങ്കിൽ സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n MI ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ. അപ്പോൾ LP സ്റ്റാർ എഫ് ആൽഫയും LPF ആൽഫയും എന്നുള്ള ഡിഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ കോമൺ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ith കേസിൽ മാത്രമാണ് ക്യാൻസൽ ആവാതെ വരും. ith കേസിൽ എന്ത് സംഭവിക്കും? രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത ടേം LP സ്റ്റാറിൽ നിന്നും വരും, LPയിൽ നിന്ന് ഒരു ടേമും വരും. അതായത് W1 ഇൻറ്റു ആൽഫ ഓഫ് എക്സ് ഐ എക്സ് സ്റ്റാർ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 പ്ലസ് W2 ഇൻറ്റു ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസ് സ്മോൾ MI ഇൻറ്റു ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1. അപ്പോൾ ഈ ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 ഇടയിൽ ഒരു ആൽഫ ഓഫ് എക്സ് സ്റ്റാർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഈക്വാലിറ്റിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്, നെക്സ്റ്റ് സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ടേമുകളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തതിൽ വരിക W1 മൈനസ് MI ഇൻറ്റു ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1. അപ്പോൾ അതിനകത്ത് തേർഡ് ടേമിനകത്ത് MI ഇൻറ്റു എന്നുള്ള തൊട്ട് മുകളിൽ ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസിനെ ഒരു മൈനസ് പുറത്തെടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ W1 മൈനസ് MI ഇൻറ്റു ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 പ്ലസ് W2 മൈനസ് MI ഇൻറ്റു ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് സ്റ്റാർ നിൽക്കുന്നു. ഓക്കെ, അതിൽ നമുക്കറിയാം W1ഉം W2ഉം MIയേക്കാൾ ഇവിടെ നമുക്ക് എന്താണെന്നറിയാം വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് നോൺ നെഗറ്റീവാണ്. ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 നോൺ നെഗറ്റീവാണ്. കാരണം ആൽഫ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആകുന്നതുകൊണ്ട് റൈറ്റ് മൈനസ് ലെഫ്റ്റ് എല്ലായ്പ്പോഴും ≥0 ആയിരിക്കും. ഓക്കെ, അതുപോലെ ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് സ്റ്റാറും അതുപോലെ തന്നെ ≥0 ആയിരിക്കും. അപ്പോൾ എല്ലാ ടേമും നോൺ നെഗറ്റീവ് ആയിരിക്കുകൊണ്ട് സമ്മും എന്ത് തന്നെയായിരിക്കും? നോൺ നെഗറ്റീവ്. അപ്പോൾ LP സ്റ്റാർ എഫ് ആൽഫ മൈനസ് LPF ആൽഫ ഈസ് ≥0 മീൻസ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോയിന്റ് കൂടുമ്പോൾ ലോവർ സം കൂടുന്നു എന്നുള്ളത്. ഇതേ കാര്യം UPFൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക MI ഇൻറ്റു W1 MI മൈനസ് W1 ഇൻറ്റു ആൽഫ ഓഫ് എക്സ് സ്റ്റാർ മൈനസ് ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് 1 തൊട്ട് മുകളിൽ ചെയ്ത അതേ പ്രൊസീജിയർ ഞാൻ ചെയ്തിരിക്കുന്നത് പ്ലസ് MI മൈനസ് W2 ഇൻറ്റു ആൽഫ ഓഫ് എക്സ് ഐ മൈനസ് ആൽഫ ഓഫ് എക്സ് സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് എത്തും. ഓക്കെ, ക്യാൻസലേഷന് ശേഷം. അപ്പോൾ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ MI W1നേക്കാളും W2നേക്കാളും നമുക്ക് എന്താണെന്നറിയാം ≥0 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ടേമും നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് സമം നോൺ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും UP സ്റ്റാർ എഫ് ആൽഫ ലെസ്സാർ UPF ആൽഫ എന്ന് കിട്ടുന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണെന്ന് ഓർക്കുക. പോയിന്റ് കൂടുമ്പോൾ ലോവർ സം കൂടുകയും അപ്പർ സം കുറയുകയും ചെയ്യും എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ലോവർ ഇൻ്റഗ്രൽ എല്ലായ്പ്പോഴും അപ്പർ ഇൻ്റഗ്രലിനേക്കാൾ കുറവാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ടുള്ള റിസൾട്ടാണ്. സപ്പോസ് ഗിവൺ ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ് ആൻഡ് ആൽഫ ഈസ് മോണോട്ടോൺ ഇൻക്രീസിങ് ആൻഡ് ലെറ്റ് P സ്റ്റാർ ബി എ കോമൺ റിഫൈൻമെൻറ്റ് ഓഫ് ബോത്ത് P1 ആൻഡ് P2. ഇത് പ്രൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോമൺ റിഫൈൻമെൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിഫൈൻമെൻറ്റ് എടുക്കുമ്പോൾ പോയിൻ്റ് എണ്ണം കൂടുന്നു, അപ്പോൾ ലോവർ സം കൂടുകയും അപ്പർ സം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ P1 ആൻഡ് P2നെ എടുക്കുമ്പോൾ P1ൻ്റെയും P2ൻ്റെയും കോമൺ റിഫൈൻമെൻ്റ് ആണ് P സ്റ്റാർ ആയതുകൊണ്ട് LP1 എഫ് ആൽഫ ലെസ്സാർ LP സ്റ്റാർ എഫ് ആൽഫ ആയിരിക്കും. അതുപോലെ P സ്റ്റാർ P2ൻ്റെ റിഫൈൻമെൻറ്റ് ആയതുകൊണ്ട് UP സ്റ്റാർ എഫ് ആൽഫ ലെസ്സാർ UP2 എഫ് ആൽഫ. അത് തൊട്ട് മുകളിലെ തിയറം യൂസ് ചെയ്താണ് ഐനിക്വാളിറ്റി ചെയ്തത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എടുക്കുമ്പോൾ LP1 എഫ് ആൽഫ ലെസ്സാർ UP2 എഫ് ആൽഫ എന്ന് കിട്ടുന്നു. അപ്പോൾ P1ഉം P2ഉം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള പാർട്ടീഷൻസ് ആവാം, സെയിം ആവാം. ഏതായാലും ആർബിട്രറി ആയിട്ടുള്ള രണ്ട് പാർട്ടീഷൻസ് ആണ് P1ഉം P2ഉം. യു ജസ്റ്റ് ഫിക്സ് P2നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സംഭവിക്കുക P1നെ വേരി ചെയ്യിപ്പിക്കുക. അതായത് P1ൻ്റെ ഭാഗത്ത് ഏത് പാർട്ടീഷൻ കൊടുത്താലും നമുക്ക് LPF ആൽഫ ലെസ്സാൻ UP2 എഫ് ആൽഫ എന്ന് കിട്ടുന്നു. അതിനർത്ഥം UP2 എഫ് ആൽഫ എന്ന് പറയുന്നത് ലോവർ സമ്മുകളുടെ ഒരു അപ്പർ ബോണ്ടാണ്. ലോവർ സമ്മുകളുടെ അപ്പർ ബോണ്ടായിട്ട് UP2 എഫ് ആൽഫ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ബൗണ്ടഡ് ലോവർ സമ്മുകളുടെ സെറ്റ് ബൗണ്ടഡ് എബോ ആയിരിക്കും. ബൗണ്ടഡ് എബോ ആയിരിക്കുന്നത് മാത്രമല്ല അത് UP2 എഫ് ആൽഫയേക്കാൾ കുറവുമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി P2 തന്നെ നമുക്ക് ആർബിട്രറി കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ സമ്മുകളുടെ സെറ്റ് അതായത് UP2 എഫ് ആൽഫ എന്ന് പറയുന്നത് ലോവർ സമ്മുകളുടെ അപ്പർ ബോണ്ടാണ്. അപ്പർ ബോണ്ട് എല്ലായ്പ്പോഴും സുപ്രീമത്തേക്കാൾ വലുതായിരിക്കും. അപ്പോൾ സുപ്രീമം ഓഫ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ബോണ്ട് എന്നാണ്. ദാറ്റ് മീൻസ് സുപ്രീമം ഓഫ് ലോവർ സംസ് taken over all partitions of closed interval AB should be less than or equal to UP2 F alpha, and this is true for any P2 arbitrary ആയതുകൊണ്ട് ഏത് P2 എടുത്താലും അത് വർക്ക് ചെയ്യും, പാർട്ടീഷൻ എടുത്താലും. സോ സുപ്രീമം ഓഫ് LPF alpha overall partitions of closed interval AB should be less than or equal to any upper sum. അപ്പോൾ any upper sum ആണെങ്കിൽ അപ്പർ സമ്മുകളുടെ സെറ്റിൻ്റെ ലോവർ ബോണ്ട് ആയിരിക്കും സുപ്രീമം എന്ന് പറയുന്നത്. ഈ സുപ്രീമം വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ലോവർ ഇൻ്റഗ്രലാണ്. ലോവർ ഇൻ്റഗ്രൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു UP2 എഫ് ആൽഫ ആണ് കിട്ടുന്നത്.
ലോവർ ഇൻ്റഗ്രൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി ടു എഫ് ആൽഫ ഫോർ എനി പാർട്ടീഷൻ പി ടു. അങ്ങനെയാണെങ്കിൽ ലോവർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് അപ്പർ സമ്മുകളുടെ ലോവർ ബോണ്ടാണ്. അപ്പർ സമ്മുകളുടെ ലോവർ ബോണ്ടാണ് ലോവർ ഇൻ്റഗ്രൽ. അപ്പോൾ ലോവർ ഇൻ്റഗ്രൽ ആക്ട് ആസ് ദി ലോവർ ബോണ്ട് ഫോർ ദി അപ്പർ സമ്സ്. ഓക്കെ, അപ്പോൾ അപ്പർ സമ്മുകളുടെ സെറ്റിൻ്റെ ഒരു ലോവർ ബോണ്ടാണ് ലോവർ ഇൻ്റഗ്രൽ എങ്കിൽ നിങ്ങൾക്കറിയാം ലോവർ ബോണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും തമ്മിലുള്ള ബന്ധം ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനേക്കാൾ വലുതായിരിക്കും. അതായത് ലോവർ ഇൻ്റഗ്രൽ ഒരു ലോവർ ബോണ്ടാണ്, ലോവർ ബോണ്ടിനേക്കാൾ വലുതായിരിക്കും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്, അതായത് അപ്പർ സമ്മുകളുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്. അപ്പർ സമ്മുകളുടെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് പറഞ്ഞാൽ ഇൻഫിമം. അപ്പോൾ അപ്പർ സമ്മുകളുടെ ഇൻഫിമം ലോവർ ഇൻ്റഗ്രലിനേക്കാൾ വലുതാണ്. ഈ അപ്പർ സമ്മുകളുടെ ഇൻഫിമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ്പർ ഇൻ്റഗ്രൽ. ദാറ്റ് മീൻസ് ലോവർ ഇൻ്റഗ്രൽ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്കുക, അവിടെ അപ്പർ ബോണ്ട്, ലോവർ ബോണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്, ലീസ്റ്റ് അപ്പർ ബോണ്ട്, ആ കൺസെപ്റ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ തിയറത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. ഒരു ഫംഗ്ഷൻ റീമാൻ ഷെലിയസ് ഇൻ്റഗ്രൽ ഓവർ ക്ലോസ് ഇൻ്റർവൽ എ ബി വിത്ത് റെസ്പെക്ട് ടു ആൽഫ ഇഫ് ആൻഡ് ഓൺലി ഇഫ് for every epsilon greater than 0 there is a partition P of closed interval AB such that UPF alpha minus LPF alpha less than epsilon. അതായത് അപ്പർ സമ്മും ലോവർ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് നെഗ്ലിഗിബിൾ ആയിരിക്കണം ഫോർ സം പാർട്ടീഷൻ ആണെങ്കിൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ സപ്പോസ് ചെയ്തു ഗിവൺ ഫംഗ്ഷൻ റീമാൻ ഷെലിയസ് ഇൻ്റഗ്രബിൾ ഓവർ ആൽഫ വിത്ത് റെസ്പെക്ട് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി. ദാറ്റ് മീൻസ് ഇറ്റ്സ് ലോവർ ഇൻ്റഗ്രൽ ആൻഡ് അപ്പർ ഇൻ്റഗ്രൽ ആൻഡ് ഇൻ്റഗ്രൽ ആർ സെയിം. ഓക്കെ, സെയിം ആണ് കിട്ടുന്നത്. ഇനി എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു പാർട്ടീഷൻ കണ്ടുപിടിക്കണം, ഒരു എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാർട്ടീഷൻ കണ്ടുപിടിക്കണം. ആ പാർട്ടീഷൻ ഉപയോഗിച്ച് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ കിട്ടണം. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇൻ്റഗ്രൽ എ ടു ബി എഫ് ആൽഫ അപ്പർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ സമ്മുകളുടെ ഇൻഫിമമാണ് എന്നറിയാം. അതുപോലെ ലോവർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സമ്മുകളുടെ സുപ്രീമമാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അപ്പർ സമ്മുകളുടെ ഇൻഫിമമാണ് അപ്പർ ഇൻ്റഗ്രൽ. അപ്പോൾ ഇൻഫിമം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിൻ്റെ കൂടെ ഒരു എപ്സിലോൺ ബൈ 2 കൂട്ടിയാൽ അതൊരിക്കലും പിന്നെ എന്താവില്ല, ലോവർ ബോണ്ട് ആവില്ല. കാരണം ഏറ്റവും വലിയ ലോവർ ബോണ്ടാണ് ഇൻ്റഗ്രൽ എ ടു ബി അപ്പർ ഇൻ്റഗ്രൽ എഫ് ഡി ആൽഫ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ലോവർ ബോണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ്. ആ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിൻ്റെ കൂടെ എപ്സിലോൺ ബൈ 2 കൂട്ടിയാൽ അത് ലോവർ ബോണ്ട് അല്ല. ലോവർ ബോണ്ട് ആണെങ്കിൽ എല്ലാവരേക്കാളും ചെറുതായിരിക്കും, സെറ്റിൽ എല്ലാവരേക്കാളും ചെറുതായിരിക്കും. ലോവർ ബോണ്ട് അല്ലെങ്കിൽ സെറ്റിലെ ഒരു മെമ്പർ ആരേക്കാൾ ചെറുതായിരിക്കും, അപ്പർ ഇൻ്റഗ്രൽ പ്ലസ് എപ്സിലോൺ ബൈ 2 കുറവായിരിക്കും. അപ്പോൾ അത് അപ്പർ ഇൻ്റഗ്രൽ പ്ലസ് എപ്സിലോൺ ബൈ 2 കുറവായിട്ടുള്ള ഒരു അപ്പർ സമ്മ് നമുക്ക് കിട്ടും. അതിനെയാണ് യു പി ടു എഫ് ആൽഫ. ദാറ്റ് മീൻസ് ദർ ഈസ് എ പാർട്ടീഷൻ പി ടു ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് യു പി ടു എഫ് ആൽഫ ലെസ് ദാൻ അപ്പർ ഇൻ്റഗ്രൽ പ്ലസ് എപ്സിലോൺ ബൈ 2. കാരണം അപ്പർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടാണ്. അതിൻ്റെ കൂടെ എപ്സിലോൺ ബൈ കൂട്ടുമ്പോൾ അത് കുറച്ചുകൂടി വലുതാവുന്നു. അപ്പോൾ അത് ലോവർ ബോണ്ട് ആവുന്നില്ല. ലോവർ ബോണ്ടാണെന്ന് പറഞ്ഞാൽ സെറ്റിൽ എല്ലാവരേക്കാളും ചെറുതാണ്. അപ്പോൾ ലോവർ ബോണ്ട് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറിയ ഒരാൾ സെറ്റിലുണ്ടെന്നാണ്. സെറ്റ് എന്ന് പറയുന്നത് അപ്പർ സമ്മുകളുടെ കളക്ഷനാണ്. അപ്പോൾ അപ്പർ സം ഏതോ ഒരു അപ്പർ സമ്മ് അതിനേക്കാൾ കുറവ്. ആ അപ്പർ സം കൊണ്ടാണെങ്കിൽ ഒരു പാർട്ടീഷൻ വേണം, ആ പാർട്ടീഷനാണ് പി 2. ഇതേ കാര്യമാണ് ഇനി നമ്മൾ ലോവർ ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യുന്നത്. ലോവർ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ സമ്മുകളുടെ സുപ്രീമമാണ്. സുപ്രീമം പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബോണ്ട് എന്നർത്ഥം, ഏറ്റവും ചെറിയ അപ്പർ ബോണ്ട്. അപ്പോൾ ലോവർ ഇൻ്റഗ്രൽ ഏറ്റവും ചെറിയ അപ്പർ ബോണ്ട് ആണെങ്കിൽ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്തല്ല, അപ്പർ ബോണ്ടല്ല. ഏറ്റവും ചെറിയ അപ്പർ ബോണ്ടാണ് ലോവർ ഇൻ്റഗ്രൽ, അതിൽ നിന്ന് മൈനസ് ചെയ്യുന്നതാണ് മൈനസ് എപ്സിലോൺ ബൈ 2 കൊടുത്തത്. ലോവർ ഇൻ്റഗ്രൽ എഫ് ഡി ആൽഫ മൈനസ് എപ്സിലോൺ ബൈ 2 പിന്നീട് എന്തല്ല, അപ്പർ ബോണ്ടല്ല, ലോവർ സമ്മുകളുടെ അപ്പർ ബോണ്ടല്ല. ലോവർ സമ്മുകളുടെ അപ്പർ ബോണ്ട് അല്ലെങ്കിൽ, അപ്പർ ബോണ്ട് ആണെങ്കിൽ എല്ലാവരേക്കാളും വലുതായിരിക്കും. അപ്പർ ബോണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരാൾ സെറ്റിലുണ്ടാവും. അതിനേക്കാൾ വലിയ ഒരാൾ സെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ പാർട്ടീഷൻ പി വൺ ഓഫ് ക്ലോസ് ഇൻ്റർവൽ എ ബി സച്ച് ദാറ്റ് എൽ പി വൺ എഫ് ആൽഫ അതിനേക്കാൾ വലുതായിരിക്കും, ഗ്രേറ്റർ ദാൻ ലോവർ ഇൻ്റഗ്രൽ മൈനസ് എപ്സിലോൺ ബൈ 2. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ 1 ഉം 2 ഉം വളരെ കെയർഫുൾ ആയിരിക്കണം. ലോവർ ഇൻ്റഗ്രൽ, അപ്പർ ഇൻ്റഗ്രൽ, ലോവർ സമ്മ്, അപ്പർ സമ്മ്, അതുപോലെ ഇൻഫിമം, സുപ്രീമം എന്നീ കൺസെപ്റ്റുകളാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇക്വേഷൻ 1 നിന്ന് യു പി ടു എഫ് ആൽഫ ലെസ് ദാൻ അപ്പർ ഇൻ്റഗ്രൽ പ്ലസ് എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇക്വേഷൻ 2 നിന്ന് എൽ പി വൺ എഫ് ആൽഫ ഗ്രേറ്റർ ദാൻ ലോവർ ഇൻ്റഗ്രൽ മൈനസ് എപ്സിലോൺ ബൈ 2. ഒരു പി എന്ന് പറയുന്നത് പി വണ്ണിൻ്റെയും പി ടുവിൻ്റെയും കോമൺ റിഫൈൻമെൻ്റ് ആണെങ്കിൽ തൊട്ട് മുന്നിലെ തിയറം പ്രകാരം പോയിൻറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ അപ്പർ സമ്മ് കുറയും, ലോവർ സമ്മ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിയിൽ പി ടുവിനേക്കാൾ പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് യു പി എഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു പി ടു എഫ് ആൽഫ.
ഇനി അപ്പർ സമ്മുകൾ എന്തായാലും UP2F alpha ഇക്വേഷൻ 1 പ്രകാരം ഇൻ്റഗ്രൽ A to B FD alpha plus epsilon by 2 ചെറുതാണ്. പക്ഷേ അപ്പർ ഇൻ്റഗ്രൽ ലോവർ ഇൻ്റഗ്രലും സെയിം ആയതുകൊണ്ട് വേണമെങ്കിൽ ലോവർ ഇൻ്റഗ്രൽ FD alpha plus epsilon by 2 എഴുതാം. അവിടെ ഒരു ലോവർ ഇൻ്റഗ്രലിനാണ് എഴുതേണ്ടിയിരുന്നത്. ഇനി ലോവർ ഇൻ്റഗ്രൽ ഇക്വേഷൻ 2 പ്രകാരം LP1F alpha plus epsilon by 2 ചെറുതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ലെസ് ദാൻ LP1F alpha plus epsilon by 2. ഇനി ഒരു epsilon by 2 ഓൾറെഡി അവിടെ നിലവിലുണ്ട്, അതുകൂടി കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു ഇനി LP1F alpha ആരേക്കാൾ കുറവായിരിക്കും? LPF alpha, കാരണം പോയിന്റ് കൂടുമ്പോൾ ലോവർ സമ്മ് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. LPF alpha plus epsilon ആവും. സോ UPF alpha less than or equal to LPF alpha plus epsilon. That means UPF alpha minus LPF alpha less than epsilon. First part is over. To prove the converse part, we suppose there is a partition P of closed interval AB corresponding to our epsilon satisfies UPF alpha minus LPF alpha is less than epsilon. We need to prove our function is Riemann-Stieltjes integrable over alpha with respect to closed interval AB. That means f element of R of alpha. അതിനുവേണ്ടി ഞാനൊരു പാർട്ടീഷൻ എടുത്തു. ലെറ്റ് പി ബി ഇനി പാർട്ടീഷൻ ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. ദെൻ by the definition LPF alpha less than or equal to lower integral less than or equal to upper integral, that is less than or equal to UPF alpha, equation number 1. But by the assumption UPF alpha minus LPF alpha is less than epsilon. So നമുക്കറിയാം LPF ആൽഫയേക്കാൾ വലുതാണ് ലോവർ ഇൻ്റഗ്രൽ കൊണ്ടാണ് അപ്പർ ഇൻ്റഗ്രലിനേക്കാൾ വലുതാണ് UPF ആൽഫ. അപ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ വരച്ച പോലെ -2 ആണ് LPF ആൽഫ എന്നും 0 ആണ് ലോവർ ഇൻ്റഗ്രൽ എന്നും 1 ആണ് അപ്പർ ഇൻ്റഗ്രൽ എന്നും 2 ആണ് UPF ആൽഫ എന്നും കരുതി കഴിഞ്ഞാൽ 2ഉം -2ഉം തമ്മിലുള്ള ഡിഫറൻസ് 1ഉം 0യേക്കാൾ കൂടുതലായിരിക്കും നമുക്കറിയാം. അപ്പോൾ ആ ഇടയിലുള്ള ഡിഫറൻസ്, അതായത് 0 ലെസ് ആർ ഈക്വൽ ടു അപ്പർ ഇൻ്റഗ്രൽ മൈനസ് ലോവർ ഇൻ്റഗ്രൽ ലെസ് ആർ ഈക്വൽ ടു UPF ആൽഫ മൈനസ് LPF ആൽഫ, that is less than epsilon. That means 0 less than or equal to upper integral minus lower integral less than epsilon. But here epsilon is an arbitrary quantity. പണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 0 less than or equal to a less than epsilon. For every epsilon greater than 0 then a must be 0 എന്ന്. ഇവിടെ എയുടെ പൊസിഷനിൽ ഇൻ്റഗ്രലുകളുടെ ഡിഫറൻസ് ആണ്. അപ്പർ ഇൻ്റഗ്രൽ മൈനസ് ലോവർ ഇൻ്റഗ്രൽ ഷുഡ് ബി ഈക്വൽ ടു 0. That means upper integral and lower integral are same. That means our function is Riemann-Stieltjes integrable over alpha with respect to over alpha or closed interval AB with respect to alpha. Okay, അപ്പോൾ given function Riemann-Stieltjes integrable ആണെന്നും കിട്ടും. അപ്പോൾ ഇത് വളരെ നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ Riemann-Stieltjes integration ആണ് തിയറം 6.6. ചിലപ്പോൾ അങ്ങനെയും ചോദിച്ചേക്കാം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദി നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ Riemann-Stieltjes integration. അത് ഇതാണ്. ഓക്കെ.